സന്ദീപ് വാര്യര് എന്ന് പറയുന്ന ആളായതുകൊണ്ട് ഇന്ന് എന്റെ ഭാഷ മഹാമോശം തന്നെയാണ്. അങ്ങനെ മോശമാണെങ്കിൽ നിങ്ങളൊന്ന് സഹിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ദേശീയ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത്? ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഇന്നിപ്പോ സുന്നത്ത് കർമ്മം കൂടി നടന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ സാധാരണ സുന്നത്തൊന്നും കുട്ടികളുടെ പിടിച്ചിട്ട് പിന്നെ ചെത്തുന്ന പോലെ ഒന്നും ചെത്താൻ പറ്റില്ല. കാരണം വാര്യരുടെ അവിടെ നിന്നൊക്കെ കൈവിട്ടു പോയതാണ്. അപ്പൊ വാര്യരുടെ ഒക്കെ ഇനി വല്ല മുട്ടിയിലും വെച്ച് ചെത്തേണ്ടി വരും. പാടുണ്ട്, ഒരുപാട് പണിയുണ്ട്. സന്ദീപ് വാര്യർ പറയട്ടെ, ഞങ്ങൾ മതേതരെന്ന് ഞങ്ങൾ പറയും. പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിലോ അവിടെയൊക്കെ പോയിരിക്കും. പക്ഷെ ചേച്ചി എന്തായാലും സന്ദീപിന്റെ കാലിന്റെ ഇടയിലുള്ള സാധനത്തിന്റെ വലിപ്പം വരെ ഇത്ര വ്യക്തമാവും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഓൺ ലെവൽ എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കേരളത്തിൽ കോൺഗ്രസിന്റെ മതേതരത്വം പാണക്കാട്ടെ തറവാട്ടിന്റെ അകത്തളത്തിലാണ്. കോൺഗ്രസ് അല്ല, കോൺഗ്രസ്. ആരാണ് പോൺ ചേച്ചി എന്നുള്ളത് ചേച്ചിയുടെ ഇതിന്റെ മൊത്തം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവസാനം കുറിച്ചിടാം. കോൺഗ്രസ് ആണോ, പോൺ മധു അല്ലെങ്കിൽ പോൺ ഷൈനി മധുസൂദനാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറ. എന്നിട്ട് നിങ്ങൾ കമന്റ് ഇടും. അപ്പോ അതില് അയാൾ പറഞ്ഞ ഏറ്റവും വലിയൊരു കോമഡി, ഈ കോൺഗ്രസ്സുകാരുടെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു പാർട്ടിയിൽ ചുമതല എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാവും. ആ പാർട്ടി ഓഫീസിൽ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ നടക്കുക. അങ്ങനെയാണല്ലോ ഫോർമാലിറ്റി. അപ്പോൾ നമ്മളിപ്പോ ഒരു പാർട്ടി വിട്ടിട്ട് വേറൊരു പാർട്ടിയിൽ പോകുമ്പോൾ ആ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലോ അല്ലെങ്കിൽ അതിന്റെ സംസ്ഥാന ഘടകത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന ഓഫീസിലോ അങ്ങനെയൊക്കെയാണ് ഇവര് പോയിട്ട് അതിന്റെ ഷോൾ അണിയിക്കലും അതിന്റെ പാർട്ടി അംഗത്വം കൊടുക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ. എനിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വെച്ചൊന്നും കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല കേട്ടോ. എന്റെ ഉള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചുമതലകളൊക്കെ കൊടുത്ത് ഔപചാരികമായിട്ട് അവരെ പാർട്ടി വരവേൽക്കുന്നു. പിന്നെ അവരവരുടെ ആ പാർട്ടിയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങുന്നു. ശരി. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം, കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ ഒരു ദേശീയ പാർട്ടിയാണ്, കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ കേരളത്തിന്റെ ഘടകം, അതിന്റെ പ്രധാന പാർട്ടി ഓഫീസ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പാണക്കാട് തങ്ങളുടെ കൊടപ്പനക്കൽ തറവാട്ടിലാണ് കോൺഗ്രസിന്റെ മെയിൻ ആയിട്ടുള്ള ഓഫീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണ്. അതും നമ്മൾ കേൾക്കുന്ന വലിയൊരു കോമഡിയാണ്. അപ്പൊ ഈ ഇത്രയും വലിയ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മതേതര പാർട്ടിക്ക് ഇവിടെ തലസ്ഥാനം അല്ലെങ്കിൽ പാർട്ടിയുടെ ഹെഡ് ഓഫീസ് കോൺഗ്രസ് അല്ല ചേച്ചി, കോൺഗ്രസ്. ഈ കോൺഗ്രസ് പോൺ എന്നൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് ചേച്ചിന്റെ മനസ്സിലിരിപ്പോണ്ടാ. ചേച്ചിന്റെ ഉള്ളിലെ ചിന്താഗതിയാണ് ഇതിനെ കോൺഗ്രസിനെ പോൺ എന്നാക്കിയത്. അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. എന്തായാലും ചേച്ചിയുടെ ചിന്താഗതി വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് കൂടുതൽ നമ്മൾ അറിയുമ്പം ചേച്ചി ഒരു പോൺ ബാക്കി പറ. ഈ കോൺഗ്രസിന്റെ ഹെഡ് ഓഫീസ് മുസ്ലിം ലീഗിന്റെ പാണക്കാട് തറവാട്ടില്, ആ പാണക്കാട് തറവാടിന്റെ അകത്തളത്തില് കൊടപ്പനക്കൽ തറവാടിനകത്താണ് കോൺഗ്രസിന്റെ സർവമാന സൗകര്യങ്ങളും സർവമാന സന്നാഹങ്ങളും ഒരുക്കിയിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിരിയാണ് വരുന്നത്, പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങളൊരു മതേതര പാർട്ടിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതേതര പാർട്ടി ഈ ഒരു വിഭാഗക്കാരുടെ മാത്രം കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത്? ഞാനിന്ന് എന്റെ ഭാഷ ഞാൻ കുറച്ച് മോശമാക്കാൻ തന്നെ തീരുമാനിച്ചതാണ് ഈ ഒരു വിഷയത്തിലായതുകൊണ്ട്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് ചേച്ചി ഇന്നൊന്നും അല്ല മോശമാക്കാൻ ശ്രമിച്ചത്. ചേച്ചിയുടെ ഭാഷ മൊത്തത്തിൽ മോശമാണ്. ചെത്തല പട്ടികൾ റോട്ടിൽ കൂടെ നടക്കുന്ന കുരച്ചുകൊണ്ട് നടക്കുന്ന ചെത്തല പട്ടികളുടെ ഭാഷയാണ് ഇന്നും താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ ചേച്ചി സംസാരിച്ചിട്ടുള്ളത്. അതിപ്പം മാറ്റാനൊന്നുമില്ല. സന്ദീപ് വാര്യര് എന്ന് പറയുന്ന ആളായതുകൊണ്ട് ഇന്ന് എന്റെ ഭാഷ മഹാമോശം തന്നെയാണ്. അങ്ങനെ മോശമാണെങ്കിൽ നിങ്ങളൊന്ന് സഹിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ദേശീയ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നത്? ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഇന്നിപ്പോ സുന്നത്ത് കർമ്മം കൂടി നടന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ സാധാരണ സുന്നത്തൊന്നും കുട്ടികളുടെ പിടിച്ചിട്ട് പിന്നെ ചെത്തുന്ന പോലെ ഒന്നും ചെത്താൻ പറ്റില്ല. കാരണം വാര്യരുടെ അവിടെ നിന്നൊക്കെ കൈവിട്ടു പോയതാണ്. അപ്പൊ വാര്യരുടെ ഒക്കെ ഇനി വല്ല മുട്ടിയിലും വെച്ച് ചെത്തേണ്ടി വരും. പാടുണ്ട്, ഒരുപാട് പണിയുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു അതെങ്ങനെ ചേച്ചിക്ക് ഇത്ര കറക്റ്റ് ആയിട്ട് അറിയാം? ചേച്ചി കണ്ടിട്ടുണ്ടോ? കൊള്ളാം. എന്തായാലും മധുച്ചേട്ടനൊന്നും അറിയണ്ട, ഇത്ര വ്യക്തവും കൃത്യവുമായിട്ട് ചേച്ചി അങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോൾ സാധിച്ചു ചേച്ചി? ഇതൊക്കെ എപ്പോൾ കണ്ടുപിടിച്ച് നിങ്ങൾ? വല്ലാത്ത കണ്ണാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ കോൺഗ്രസ് എന്നുള്ള ഈ പോൺ എവിടുന്ന് കയറി വന്നാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ചേച്ചിയുടെ ഉള്ളിലെ ചിന്താഗതി വ്യക്തമാണ്. ഞാൻ ഇതിനുള്ള മറുപടി
ഇതിന് പറയാൻ പറ്റുന്നത് പറയാൻ അറിയാത്തത് കൊണ്ടല്ല. നമ്മൾക്ക് കുറച്ച് ബോധവും വിവരമൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം ചേച്ചി ഇതൊക്കെ കണ്ടുപിടിച്ച്. ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രാഷ്ട്രീയ പാർട്ടിക്ക്, കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിക്ക് കഴിഞ്ഞ 70 കൊല്ലം നമ്മുടെ നാട് ഭരിക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ ഭരിച്ചിരുന്ന ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഗതികേട്, പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയി ഇരുന്നില്ലെങ്കിൽ പാർട്ടി ഒന്നുമല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടി പേരിൽ തന്നെ വർഗീയ. അത് പാണക്കാട് പോയിരിക്കുന്നതിന്റെ പ്രശ്നങ്ങളും പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയിരിക്കുന്ന പ്രശ്നങ്ങളും അല്ല ചേച്ചി. നിങ്ങൾ മോദിയുടെയും അമിത്ഷായുടെയും ആസനം നക്കിക്കൊണ്ട് നടക്കുന്നതിനേക്കാൾ എത്രയോ വലിയ മഹത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ പാണക്കാട് പോയിരുന്ന് സംസാരിക്കുന്നത്. അവിടെ മോദി ചിലയ്ക്കുന്നതും മോദി തുപ്പുന്ന വിഷവും അതുപോലെ ഛർദ്ദിച്ചത് നക്കിയെടുത്ത് പുള്ളിയുടെ ആസനവും നക്കി വരുന്ന നിങ്ങളുടെ നേതാക്കളെക്കാളും എത്രയോ നല്ല കാര്യങ്ങളാണ്. പാണക്കാട് പോയിരിക്കുന്നത് കൊണ്ടും അവിടെ പോയിട്ട് 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കുന്നത് കൊണ്ടും UDF ഒരു നേതാക്കൾക്കും ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ ഇച്ചിരി ക്രിമികടി കൂടുന്നത് ഈ പറഞ്ഞ വൃത്തികെട്ട സംഘി ചെറ്റ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. ആ വിഷം അതുപോലെ തന്നെ പോൺ ചേച്ചി ചെലച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ, അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന മുസ്ലിമുള്ള ആൾക്കാർക്ക് വർഗീയത ഇല്ലെങ്കിൽ പിന്നെ പാർട്ടി പേരിൽ എന്തിനാണ് മുസ്ലിം? അപ്പൊ മുസ്ലിം വർഗീയ പാർട്ടി തന്നെയാണ്. ആ മുസ്ലിം എന്ന് പറയുന്ന വർഗീയ പാർട്ടിയുടെ തലസ്ഥാനമായ പാലക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ പോയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം മതേതരം എന്ന് പറഞ്ഞിട്ട് ഈ പൊന്ന് സന്ദീപ് വാര്യരെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ നാണം കെടല്ലേ? പൊന്ന് സന്ദീപ് വാര്യരെ, നിങ്ങൾ ഈ മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ മതേതര പാർട്ടി എന്ന് പറഞ്ഞിട്ട് സ്വയം. സന്ദീപ് വാര്യർ പറയട്ടെ, ഞങ്ങൾ മതേതരം ഞങ്ങൾ പറയും. പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിലോ അവിടെയൊക്കെ പോയിരിക്കും. പക്ഷെ ചേച്ചി എന്തായാലും സന്ദീപിന്റെ കാലിന്റെ ഇടയിലുള്ള സാധനത്തിന്റെ വലിപ്പം വരെ ഇത്ര വ്യക്തമാവും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ഒരു സ്റ്റാൻഡേർഡ് പോണ്ട് ലെവൽ എത്രയെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിൽ അത്ര അങ്ങോട്ട് അതം പതിച്ചിട്ടില്ല ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ ആൾക്കാരും, കേട്ടോ. പൊന്ന് സന്ദീപ് വാര്യരെ, നിങ്ങൾ ഈ മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ മതേതര പാർട്ടി എന്ന് പറഞ്ഞിട്ട് സ്വയം നാണം കെട സ്വയം വിലിഭനാവരുത്. കാരണം പാണക്കാട് തങ്ങളുടെ കാലിന്റെ ഇടയിൽ, ഇപ്പൊ അയാൾ പറയുന്നതാണ്, അയാളുടെ ലൈവ് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്, പാണക്കാട് തങ്ങളുടെ കൊടപ്പണിക്കൽ തറവാടിന്റെ അകത്തളത്തിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ അസ്തിത്വം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് സന്ദീപ് വാര്യരെ, നിങ്ങൾ ഇങ്ങനെ നാണം കെടുന്ന വർത്തമാനം പറഞ്ഞ് സ്വയം ഇലിഭ്യനാവരുത്. സ്വയം ഇലിഭ്യായിക്കൊണ്ടിരിക്കുന്നത് പോൺ ചേച്ചി മാത്രമാണ്, വേറെ ആരുമല്ല. അത് ചേച്ചി ആദ്യം മനസ്സിലാക്കണം. ഈ പറഞ്ഞ പാണക്കാട് തങ്ങളോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗോ ആഹ്വാനം ചെയ്തിട്ട് ഇവിടെ ഒരു കലാപങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ നിന്റെ ഒക്കെ തന്തയായിട്ടുള്ള ആ മോദി പറഞ്ഞിട്ട് ഗുജറാത്തിൽ 1000 ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, കലാപം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ മൊത്തം കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മണിപ്പൂർ കലാപം ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫിന്റെ പേരിലും പള്ളിയുടെ പേരിലും പള്ളി പൊളിക്കുന്നതിന്റെ പേരിലും അമ്പലം കെട്ടുന്നതിന്റെ പേരിലും സകലമാന പേരിലും നിങ്ങൾ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മുസ്ലിം 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 എന്ന് നായ്ക്ക് 40 വട്ടം ചെലച്ചുകൊണ്ട് നിന്റെ തന്ത മോദി അടക്കമുള്ള സകലമാന കള്ള സംഘി കൂട്ടങ്ങളും ഈ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വയം ഇളിഭ്യനാവുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരുമാണ്, അല്ലാതെ സന്ദീപ് വാര്യർ അല്ല. അതാദ്യം മനസ്സിലാക്ക് പോൺ ചേച്ചി. ഇലിഭ്യനാവരുത്. നിങ്ങളുടെ ദേശീയത ഇരിക്കുന്ന പാണക്കാട് തറവാടിന്റെ ഉള്ളിലാണ്. നിങ്ങൾ ഇന്ന് അവിടെ സുന്നത്തിന് പോയിട്ട് വലിയ അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ദേശീയത ഇരിക്കുന്നത് പാണക്കാട് തറവാട്ടിലല്ല, ഈ രാജ്യത്താണ്. നിങ്ങളുടെ ദേശീയത ഇരിക്കുന്ന അങ്ങ് അയോധ്യയിൽ രാമന്റെ അടുക്കിലാണ്. അത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാരുമല്ല, നിന്റെ ഒക്കെ തന്തയായിട്ടുള്ള മോദിജി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദേശീയതനെ പറ്റി ഇവിടെ ഒരുപാട് അങ്ങ് പഠിപ്പിക്കേണ്ട കാര്യം, കേട്ടല്ലോ. നാടിന്റെ മതേതരത്വം പുഴുങ്ങി തിന്നാനാണ് ഞാൻ ഇവിടെ വന്നത്. നാടിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം ലീഗിന്റെ കാലിന്റെ ഇടയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ. തനിക്ക് ചത്തൂടെയോ പോയിട്ട്? എടോ പൊന്നു വാര്യരെ, ചത്തൂടെ പോയിട്ട് ഇതിനേക്കാളും. അത് ചേച്ചിനോടാ ചോദിക്കുന്നത്. ആ UK കിടന്നൊരു ചത്തൂടെ ചേച്ചി? വല്ലവന്റെയും കാലിന്റെ ഇടയിൽ കിടന്നുകൊണ്ടിരിക്കല്ലേ? വല്ലവന്റെയും കാലിന്റെ ഇടയിലുള്ള സാധനത്തിന്റെ വലുപ്പം നോക്കിക്കൊണ്ടിരിക്കില്ലേ? പോയി ചത്തൂടടി പോൺ ചേച്ചി. നിനക്കൊക്കെ ഇതിലും ഭേദം അതാ. പോയ സ്വയം ചാവ്. താൻ തന്റെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുത്തോ? നമുക്ക് അതിലൊന്നും യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. പക്ഷേ മതേതരമാണ് ഇവിടെ, മുസ്ലിം ലീഗിന്റെ കാലിന്റെ ഇടയിലാണ് മതേതരം ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതിന് മാത്രം തനിക്ക് ബോധമില്ലാണ്ടായോ എന്നുള്ളതാണ് വല്ലാത്തൊരു, എന്താ പറയാ, എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം. അതാണ് ഈ ദേശീയ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര ദേശീയ പാർട്ടിയുടെ
എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ അകത്തളത്തിൽ പോയിട്ട് താൻ എടുത്തല്ലോ. അവിടെ പോയപ്പോൾ ഇന്നിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസില് തീരുമാനമെടുക്കണമെങ്കിൽ, കോൺഗ്രസിൽ ഒരാൾക്ക് എന്താ പറയാ അവിടെ വെച്ചിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ, ഒരു മെമ്പർഷിപ്പ് എടുത്താല്, ഒരാളെ പാർട്ടിയിലേക്ക് ചേർത്താല് പാർട്ടി തീരുമാനങ്ങൾ എന്താ പറയാ പോളിറ്റ് ബ്യൂറോയുടെ പാർട്ടി തീരുമാനങ്ങൾ അടക്കം എടുക്കണമെങ്കിൽ പാണക്കാട് തറവാടിലെ അകത്തളത്തിൽ പോയി ഇരിക്കണം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഇതുപോലെ ഗതികേടുള്ള ഒരു പാർട്ടി വേറെയുണ്ട്. മുസ്ലിം ലീഗ് NDA പാർട്ടി. ഈ കോൺഗ്രസ് പാർട്ടി പാണക്കാട് സഖ്യകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗും UDF എന്ന് പറഞ്ഞ ഈ ഒരു കോൺഗ്രസ് പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ പാണക്കാട് പോയിട്ടും AICC ഓഫീസിലിരുന്നിട്ടും DCC ഓഫീസിലിരുന്നിട്ടും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കും. ഇത്രയും കാലം കൊട്ടിഘോഷിച്ച് മോദിക്ക് പരിവാർ, മോദിക്ക് ജൻ ലോഗ് എന്നും പറഞ്ഞ് നടന്നിട്ട് അവസാനം ഇപ്പൊ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ആ കളസം വരെ നക്കേണ്ട അവസ്ഥ വന്നിട്ടില്ലേ മോദിക്ക്? ഈ പറഞ്ഞ രണ്ട് കൂട്ടരുടെയും വീട്ടിൽ പോയിരുന്നിട്ടും അവിടെ പോയിരുന്നിട്ടും മറ്റോടത്ത് പോയിരുന്നിട്ടും കാലിന്റെ ഇടയിൽ പോയിരുന്നിട്ടും നക്കി കഴിഞ്ഞാൽ മാത്രമേ ഇപ്പം നിന്റെ തന്ത മോദിജിക്ക് എന്തെങ്കിലും ചിലക്കാൻ അവിടെ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് തുപ്പല്ലേ വിഷം, രണ്ടും കണക്കാ കേട്ടല്ലോ. ഇതേ അവസ്ഥയിലാണ് ഇപ്പം നിന്റെ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് മോദി അങ്ങോട്ട് ഗ്യാരണ്ടി ഉണ്ടാക്കാൻ പോയാൽ നിതീഷും അതുപോലെ നായിഡും കൂടെ അപ്പുറത്തൊരു ഗ്യാരണ്ടി അങ്ങ് കൊടുക്കും. അതോടുകൂടി കിടക്കും മോദിജി താഴത്ത് കേട്ടല്ലോ, ജനങ്ങളുടെ കാലിന്റെ അടിയിൽ. തന്തയ്ക്ക് വിളിച്ചാൽ മുസ്ലിം ലീഗ് ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കണം, പെടുക്കാൻ പറഞ്ഞാൽ പെടുക്കണം, പെടുക്കരുതെന്ന് പറഞ്ഞാൽ പെടുക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് മതേതര പാർട്ടിയുടെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുഖമുദ്ര. സത്യമാണ്. നിതീഷ് കുമാർ നായിഡും മോദിനോട് ഇരിക്കട പറഞ്ഞാൽ ഇരിക്കണം അവിടെ, പെടുക്കട എന്ന് പറഞ്ഞാൽ പെടുക്കണം, തിന്നടാ ചാണെന്ന് പറഞ്ഞാൽ താളം തിന്നണം, എറിയടാ ചാണെന്ന് പറഞ്ഞാൽ എറിയണം, നക്കടാ ചാണെന്ന് പറഞ്ഞാൽ നക്കണം. അതാണ് അവസ്ഥ, അതാണ് നിന്റെ പാർട്ടിയുടെ അവസ്ഥ. അത് മനസ്സിലാക്കിയിട്ട് വേണം ചിലയ്ക്കാൻ കേട്ടോ പോൺ ചേച്ചി. അതിന് പറയുന്ന പേരാണ് മതേതരത്വം. പാണക്കാട് തങ്ങളെ കാണാൻ പോയിട്ട് ഈ കേരളത്തിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതേതരത്വം മുഴുവൻ ഇരിക്കുന്നത് പാണക്കാട് തങ്ങളുടെ കൊടപ്പനക്കൽ തറവാടിന്റെ കാലിന്റെ ഇടയിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാനായിട്ട് തനിക്ക് വിശ്വസിച്ചാൽ മതി, നമുക്ക് നമ്മളെയും കൂടി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്വയം വിളിഭനായിട്ട് ഇങ്ങനെ എന്റെ പോൺ ചേച്ചി നീ വിശ്വസിക്കണ്ട. കേരളത്തിലെ ജനങ്ങള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ടും UDFും ഈ പറഞ്ഞ മുസ്ലിം ലീഗ് ചേർന്നിട്ടുള്ള UDF പാർട്ടി ഒരു മതേതര പാർട്ടിയാന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് നമ്മുടെ ഈ കേരള നാട്ടിൽ നിന്റെ തന്തക്ക് കാല് കുത്താൻ പറ്റാത്തത്. നിന്റെ പാർട്ടിക്ക് ഇവിടെ കാല് കുത്താൻ പറ്റാത്തതിനുള്ള ഒരു റീസൺ ആൾക്കാർ അത് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നിന്നൊക്കെ പച്ച വർഗീയ ചിന്താഗതി മാത്രം വെച്ച് പുലർത്തുന്ന ജീവികളാണ്, ജന്തുക്കളാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നിലം തൊടിക്കാണ്ടിരിക്കുന്നത് കേട്ടോ. സ്വയം വിളിഭനായിട്ട് ഉണ്ടാക്കിയ തന്തയെ മാറ്റി പറയുന്ന താനൊക്കെ നല്ലൊരു പട്ടാളക്കാരനായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. താൻ നല്ലൊരു പട്ടാളക്കാരന് പിറന്ന മകനായിരുന്നതിൽ അഭിമാനിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ എല്ലാവരും. പക്ഷേ ഈ നല്ലൊരു പട്ടാളക്കാരനായിട്ട് പറഞ്ഞിട്ട് ഇന്നലെ എന്റെ അച്ഛൻ വേറെ ആയിരുന്നു, ഇന്ന് സന്ദീപ് വാര്യർ പബ്ലിക്കായിട്ട് വന്നിട്ട് പറയാൻ എന്റെ അച്ഛൻ അതല്ല, അയ്യോ എന്റെ അച്ഛൻ അതല്ല, പാണക്കാട് തങ്ങളാണ് എന്റെ തന്ത. ഇന്ന് വന്നിട്ട് പബ്ലിക്കിന്റെ മുമ്പില് സന്ദീപ് വാര്യർ, ഞാൻ പറഞ്ഞ സ്ഥാനമാനം. തന്ത ഉണ്ടോടി ഇതെനിക്ക്? നിനക്ക് തന്ത ഉണ്ടോ? നീ തന്തക്ക് ഉണ്ടായതാണോ അതോ നീ വളി വിട്ടുണ്ടായതാണോ? ഇത്ര ചെറ്റ വർത്താനം പറയണമെങ്കിൽ സന്ദീപ് വാര്യരുടെ അച്ഛനെ വരെ വിളിച്ചിട്ട് സന്ദീപ് വാര്യരുടെ അച്ഛൻ ഇപ്പൊ പാണക്കാട് തങ്ങളാന്ന് പറയണമെങ്കിൽ അത്ര ബുദ്ധിയും അല്ലെങ്കിൽ അത്ര വിവേകവും വകതിരിവും ബുദ്ധിയും നിനക്കുള്ളെങ്കിൽ നീയൊക്കെ എവിടെ ചെന്നാൽ അവിടെ ഉള്ളവരൊക്കെ തന്താന്ന് വിളിക്കോ? നീ നാളെ ഒരു പുതിയ വീട്ടിൽ ചെന്നു, നീ വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്നു, നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ തന്ത അവിടെ ഉള്ളതെന്ന് പറയോ? അല്ലെ നിന്റെ മക്കളുടെ തന്തനെ മാറ്റി മാറ്റി പറയൂ? നിന്റെ കൊണാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നീ ഇന്ത്യയിൽ വരുമ്പം നിന്റെ മക്കളുടെ തന്ത വേറൊന്നും, അങ്ങ് UK ചെല്ലുമ്പോൾ അവിടെ വേറെ തന്തയായിരിക്കും നിനക്കൊക്കെ ഉണ്ടാവുക. കഷ്ടം, തന്തയില്ലാത്ത കുറെ സാധനങ്ങൾ ഇറങ്ങിക്കൊള്ളുതുപോലെ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി ഇങ്ങനെയൊന്നും പറയല്ലേ വാര്യരെ. ഇതിനേക്കാളും വേഗം താൻ വരുമ്പോഴും കയറെടുത്ത് തൂങ്ങി ചാവുന്നതാ. അയ്യേ, ഇത്രയും ഒരു തരത്തിൽ രാഷ്ട്രീയത്തിന്റെ ABCD അറിയാത്ത ആളാണ് ഞാന്. പക്ഷെ നിന്ന് മലക്കം പറയുന്ന താനൊക്കെ ഉണ്ടാക്കിയ തന്തയെ മാറ്റി പറയുന്ന തനിക്കൊക്കെ തൂങ്ങി ചത്തൂടേടോ ഇതിലും ഭേദം. ഇന്നലെ വരെ തന്റെ തന്ത പട്ടാളക്കാരനായിരുന്നു, ഇന്ന് വന്നിട്ട് പറയുന്നു തന്റെ തന്ത പാണക്കാട് തങ്ങളാണെന്ന്. പോയി തൂങ്ങി ചത്തൂടെ തന്തയില്ലാത്തവളെ, അല്ലെങ്കിൽ തന്തക്ക് പിറക്കാത്തവളെ, അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ തന്തനെ മാറ്റി മാറ്റി പറയുന്നവളെ. എന്തിനാണ് ഈ ജീവിച്ചിരിക്കുന്നത്? നാളെ പറയും താൻ വേറൊരാളാണെന്ന്. ഒരു അസ്തിത്വം വേണ്ടേ വാര്യരെ? എന്ത് സ്ഥാനമാനങ്ങൾക്കാണ്
സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു, നാണം കെട്ടു നടക്കുന്നിതു ചില. ഒരു അസ്തിത്വം ഇല്ലാണ്ട് ഇതുപോലെ ഈ പറഞ്ഞ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട സമയം മുതൽ ക്രിമി കൂത്തി തൂറി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മളിപ്പോൾ കണ്ട പോൺ ചേച്ചി ഷൈനി മധുസൂദനൻ. എങ്ങനെയാണോ മധുസൂദനൻ സഹിക്കുന്നത്, അതോ മധുസൂദനൻ എന്നുള്ളത് അലങ്കാരനയുമാണോ എന്ന് വരെ തോന്നിപ്പോകുന്നുണ്ട് ഇപ്പോൾ. കൊള്ളാം, അടിപൊളി. ഇതുപോലത്തെ കുറേ സംഖ്യകൾ ഇന്നലെ മുതൽ ക്രിമികടി കയറ്റി തൂറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ തൂറി മുഖത്ത് തേച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനത്തെ കുറേ എണ്ണുണ്ട്. ഇതാണ് നമ്മുടെ സംഖ്യകൾ, അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഞങ്ങൾക്ക് സന്ദീപ് പോയാലൊന്നുമില്ല, ഞങ്ങൾക്ക് സന്ദീപ് പോയാൽ അതാണ്, ഞങ്ങൾക്ക് സന്ദീപ് പോയാൽ ഇതാണ്, മഹിരാണ്, മറ്റതാണ്, മർസാന്ന് പറഞ്ഞ സമയം കൊണ്ട് സന്ദീപ് പോയാൽ എവിടെ കൊള്ളും, ആർക്കൊക്കെ കൊള്ളും, സന്ദീപിന്റെ കാലിൻ്റെ ഇടയിലുള്ള സൈസ് വരെ ഇവിടെ പറഞ്ഞ് വിലപിക്കുന്ന കുറെ പോൺ ചേച്ചിമാരാണ് ഇപ്പം നമുക്ക് കാണാനിടയുണ്ടായിട്ട്. എങ്ങനെയുണ്ട്? ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ട്. നമ്മുടെ മൈജു ഉണ്ടല്ലോ, VK മൈജു, ആ മലരനെ പോലത്തെ അതേ ഗണത്തിൽ കൂട്ടിക്കെട്ടാൻ പറ്റുന്ന മറ്റൊരു പോൺ ചേച്ചിയാണ് ഈ ചേച്ചി. എന്തായാലും കൊള്ളാം, പോൺ ചേച്ചി പൊളിച്ചു.